ഷാരിസും എല്ലാവരും പറഞ്ഞ പോലെ ഈ സിനിമ എല്ലാവർക്കും കണക്ട് ആവട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ. മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള പടമാണ്, മലയാളികളുടെ പടമാണ്. ഇതിനകത്ത് അതിൻ്റെ പ്രിമൈസും അതിൻ്റെ കഥയും ഈ എല്ലാം ഒരു രസകരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരിക. നാളെ ബുധനാഴ്ചയാണ് ഡിജോ പറഞ്ഞത്. നമ്മൾ ബുധനാഴ്ച അങ്ങനെ പടങ്ങൾ റിലീസ് ചെയ്യാറില്ല, വേറെ പടങ്ങളുള്ളതുകൊണ്ട് നമ്മളൊന്ന് റിപ്പോർട്ട് ചെയ്ത്. പിന്നെ മെയ് 1 എല്ലാം വെച്ചിട്ടാണ് നാളെ റിലീസ് ചെയ്യുന്നത്. എല്ലാവരും തിയേറ്ററിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഇപ്പം നേരത്തെ ഡയറക്ടർ പറഞ്ഞല്ലോ, തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് തല കുനിച്ച് ഒരു മലയാളിക്കും ഇറങ്ങി വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ആ കോൺഫിഡൻസ് നിവിൻ പോളിക്കുണ്ടോ? മലയാളിയല്ലേ? അല്ല, പുള്ളിയുടെ പെർസ്പെക്റ്റീവ് അല്ല, ഡയറക്ടർ കാണുന്ന ഒരു പേഴ്സ്പെക്റ്റീവിലല്ലല്ലോ ഞാൻ സിനിമ കാണാൻ. എനിക്ക് ഈ സിനിമ കണ്ട് എനിക്കൊരു തൃപ്തി കിട്ടിയിരുന്നു. രസമുണ്ടല്ലോ സിനിമ. നമ്മൾ പറഞ്ഞതിനേക്കാളും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആസ് എ ഫിലിം മേക്കർ അതിൻ്റെ ക്യാമറ വർക്ക് ആണെങ്കിലും എഴുത്താണെങ്കിലും എല്ലാം വളരെ രസകരമായിട്ട് ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. ഡിജോയുടെ സ്റ്റേറ്റ്മെന്റ് പോലെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുശ്വരയുടെ സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു നടിയെന്ന നിലയിൽ അങ്ങനെ ഒരു ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും വലിയൊരു ഉത്തരവാദിത്തമല്ലേ അനുശ്വരയിലേക്ക് വരുന്നത്. അപ്പം അതിനെപ്പറ്റി എന്താണ് പറയാനായിട്ട്? തീർച്ചയായിട്ടും അതെ. പക്ഷെ നേരത്തെ മഞ്ജേഷ് പറഞ്ഞ പോലെ ഒരു ഭാഗ്യനായിക എന്നൊന്നും ആ പട്ടൊന്നും ഞാൻ എടുത്തിടുന്നില്ല. ഒരു സിനിമ പൊട്ടിപ്പോകുന്നവരേ ഉള്ളൂ. സോ അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ പിന്നിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന, അതിൽ ജസ്റ്റ് ഒരു ചെറിയൊരു ഭാഗം മാത്രം എന്നൊരു ഉത്തരവാദിത്തം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇപ്പം നല്ല സിനിമയുടെ ഭാഗമാകും. ഇപ്പോൾ കഴിഞ്ഞ 2 സിനിമകളാണെങ്കിലും ഒക്കെ നല്ല ടീമിൻ്റെയും നല്ല സിനിമയുടെയും ഭാഗമാകാൻ പറ്റി എന്നുള്ളതാണ്. ഇപ്പം ഇതാണെങ്കിലും മലയാളി ഫ്രം ഇന്ത്യ ആണെങ്കിലും നല്ലൊരു ക്രൂ ആണിത്. സോ അങ്ങനെ നല്ല ടീമിൻ്റെ ഭാഗമാകുമ്പോൾ നല്ല സിനിമകൾ കിട്ടുന്നു എന്ന് ഞാനും കരുതുന്നു. നടികരുമായിട്ട് ക്ലാഷ് റിലീസ് ആണല്ലോ, അപ്പൊ നിവിൻ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അല്ല, നടികരായിട്ട് ക്ലാസ് റിലീസ് അല്ലല്ലോ, അത് 3-ാം തീയതി അല്ലേ? ഇത് 1-ാം തീയതി. അതിലാണ് ആദ്യം നമ്മൾ ഒരുമിച്ച് വയ്ക്കുമ്പോഴല്ലേ അതിന് കറക്റ്റ് ക്ലാഷ് വരത്തുള്ളൂ. ഇത് എല്ലാ സിനിമയും വിജയിക്കട്ടെ. ഇപ്പം നടികരും അവർ വളരെ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന സിനിമയാണ്. വലിയ വലിയ വിജയങ്ങൾ നടികറിനും ഉണ്ടാവട്ടെ, നമ്മുടെ സിനിമയും സ്വീകരിക്കട്ടെ. ഈ 2 പടവും മലയാളി പ്രേക്ഷകർ സ്വീകരിക്കട്ടെ. നമുക്ക് എല്ലാ സിനിമയും വിജയിക്കും. അതാണ് ടോവിനോട് അടുത്ത സിനിമയും ഞാനാണ് നിർമ്മിക്കുന്നത്, എൻ്റെ അടുത്ത് ഇറങ്ങുന്നത്. അപ്പം ഉറപ്പായിട്ട് അതും വിജയിക്കണമല്ലോ. എല്ലാ സിനിമകളും വിജയിക്കണം. എല്ലാ സിനിമകളും നന്നായിട്ട് പൊക്കൊണ്ടിട്ടിരിക്കണല്ലോ. ഇനിയിപ്പം നമ്മളിപ്പം ടോവിനോടെ പടം പരാജയപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നില്ലല്ലോ. അപ്പോൾ ആ വാശി വേണം. ഇപ്പോൾ ഒരേ സമയം തന്നെ പ്രേമലു ഇറങ്ങി, അന്വേഷിപ്പിങ്കണ്ടത്ത് ഇറങ്ങി, പ്രമേയം ഇറങ്ങി, മഞ്ഞുമേൽ ബോയ്സ് ഇറങ്ങി. എല്ലാ പടവും ഹിറ്റാണ്. ഇവിടെ അതിന് അത്രയും സ്പേസ് ഉണ്ട്. 800-ഓളം തിയേറ്ററുകളുണ്ട്, സ്ക്രീനുകളുണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് 100-200 സ്ക്രീനുകളെ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാ സിനിമകളും ഹിറ്റാണ്. അപ്പോഴേ കോമ്പറ്റീഷൻ വരും. കോമ്പറ്റീഷൻ വരുമ്പോഴേ നമുക്ക് വീണ്ടും ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, പുതിയ പടങ്ങൾ എടുക്കാനായിട്ട് പറ്റുള്ളൂ. എനിവേ ഈ പ്രസ് മീറ്റിൽ വളരെയധികം സന്തോഷം. ഇപ്പം ഡിജോ പറഞ്ഞതുപോലെ ഒന്നല്ല, ഈ പടത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങളുള്ള ഒരു നല്ല അഭിമാനിക്കാൻ പറ്റുന്ന, ഇപ്പം എൻ്റെ പാൻഡ്രായ മാജിക് ഫ്രെയിംസിന് പോലും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഒരു ആത്മസംതൃപ്തി നൽകുന്ന ഒരു സിനിമയായിരിക്കും. ആകെ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ 50 ദിവസം 60 ദിവസം കൊണ്ടിട്ട് ഷൂട്ട് തീർക്കാമെന്ന് പറഞ്ഞിട്ട് 132 ദിവസം കൊണ്ടിട്ടാണ് ഷൂട്ട് തീർത്തതെന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി സിനിമ പൂർണ്ണ സംതൃപ്തി തരുന്ന ഒരു സിനിമ തന്നെയാണ്. അവന് ടീസറിൻ്റെ അകത്ത് പോലും അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തു 36 ദിവസം എന്ന് പറഞ്ഞിട്ട് 86 ദിവസം നീ ഷൂട്ട് ചെയ്തവനാണെന്ന് നിവിനെ കൊണ്ട് പറയിച്ചു. അപ്പം ആൾക്കാർ വിചാരിച്ചു ഇത് 86 ദിവസം ഷൂട്ട് ചെയ്തോളൂ. ഞാനിത് ബിസിനസ് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ ഭയങ്കര 130 ദിവസം ഷൂട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഇവൻ അവിടെ പറയിച്ചേക്കാണ് 86 ദിവസം കൊണ്ട് ആണ്. അപ്പൊ അത്രയും ബുദ്ധിമാനായിട്ടുള്ള ഡയറക്ടറാണ് ഇത്. അതുകൊണ്ടിട്ട് സൂക്ഷിച്ച് ഇടപെടുക. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഈ സിനിമ ചെയ്യാൻ എല്ലാവരും ആ കഥയിലും ആ ഇമോഷൻ്റെ ഒപ്പം നിന്നവരാണ്. പ്രൊഡ്യൂസർ ആയാലും ഹീറോ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും ക്യാമറമാൻ ആണെങ്കിലും ഇത്രയും നാളത്തെ ആ ഒരു ജേണിയാണ് ഞങ്ങളുടെ സിനിമ. അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്ലാഷ് റിലീസിന് ഒന്നും ഒരുക്കാതെ നമ്മളെല്ലാവർക്കും വളരെ സ്പേസ് കൊടുത്തത്, നമ്മൾ അവർക്കും വിഷ് ചെയ്തിട്ടാണ് ഞാൻ തുടങ്ങിയത് പോലും. അപ്പം ഈ സിനിമ നാളെ നിങ്ങളുടെ മുമ്പിൽ എന്ന് വെച്ച പ്രസ് മീറ്റിൻ്റെ ഒറ്റ ഉദ്ദേശമുള്ളൂ, ബുധനാഴ്ച ആണ് നമ്മുടെ മലയാള സിനിമ മലയാളി ഫ്രം ഇന്ത്യ ഇറങ്ങുന്നത്. എല്ലാ മലയാള സിനിമയ്ക്കും നമ്മൾ കൊടുത്ത സ്വീകാര്യതയും അത് വളരെ ഇമോഷണലി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്.
ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഈ സിനിമ കാണണം, വിജയിപ്പിക്കണം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്, ഇനി ഉണ്ടാവണം. മലയാള സിനിമയുടെ നല്ല കാലമാണ്. ആ വസന്തകാലത്തിൽ മലയാളി ഫ്രം ഇന്ത്യയും തിളങ്ങി നിൽക്കട്ടെ.